ലോകമെമ്പാടുമുള്ള പോസ്റ്ററുകളിലും ടീഷർട്ടുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ മുഖം ഒരു വിപ്ലവത്തിന്റെ പ്രതീകമാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവകാരികളിൽ ഒരാൾ ഏണസ്റ്റോ ചെഗോര. ഒരു ഡോക്ടറാവാൻ മോഹിച്ച ഒരു യുവാവ് എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഗറില്ല പോരാളിയും പിന്നീട് ഒരു രക്തസാക്ഷിയുമായി മാറിയത്? 1928-ൽ അർജന്റീനയിലെ ലൊസാരിയോയിൽ ഏണസ്റ്റോ ഗുവേര ലിഞ്ച് എന്ന പേരിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ഏണസ്റ്റോ ഗുവേരയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ കടുത്ത ആസ്മ രോഗം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂൾ ജീവിതത്തിൽ നിന്ന് മാറി വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. എന്നാൽ ഈ രോഗം അദ്ദേഹത്തിന്റെ സാഹസികതയെ തളർത്തിയില്ല. ഒരു ഡോക്ടറാൻ ആഗ്രഹിച്ച അദ്ദേഹം ബ്യൂണസ് എയറസിലെ സർവകലാശാലയിൽ വൈദ്യശാസ്ത്രം പഠിച്ചു. 1952-ൽ അദ്ദേഹം തന്റെ സുഹൃത്തായ ആൽബർട്ടോ ഗ്രനാഡോസിനൊപ്പം ഒരു മോട്ടോർ സൈക്കിളിൽ ലാറ്റിൻ അമേരിക്ക മുഴുവൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ലക്ഷ്യം ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കുക എന്നതായിരുന്നു. ഈ യാത്രയിൽ അദ്ദേഹം കണ്ടത് കൊടും ദാരിദ്ര്യവും ചൂഷണവും അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങളുമായിരുന്നു. ഈ യാത്ര അദ്ദേഹത്തെ ഒരു ഡോക്ടറിൽ നിന്ന് വിപ്ലവകാരിലേക്ക് രൂപാന്തരപ്പെടുത്തി. ഈ യാത്രയെക്കുറിച്ച് അദ്ദേഹം പിന്നീട് എഴുതിയ ഡയറി കുറിപ്പുകളാണ് പ്രശസ്തമായ മോട്ടോർ സൈക്കിൾ ഡയറീസ്. 1955-ൽ മെക്സിക്കോയിൽ വെച്ച് ക്യൂബൻ വിപ്ലവകാരി ഫിഡൽ കാസ്ട്രോയെ അദ്ദേഹം കണ്ടുമുട്ടി. ക്യൂബയിലെ ഏകാധിപതിയായ ഫുൾജെൻസിയോ ബാറ്റിസ്റ്റയെ പുറത്തേക്കാനുള്ള പോരാട്ടത്തിൽ ചേരാൻ ചെ തീരുമാനിച്ചു. ചെ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. 1956-ൽ ഗ്രന്മ എന്ന ചെറിയ കപ്പലിൽ 82 വിപ്ലവകാരികൾ ക്യൂബയിലേക്ക് യാത്ര തുടങ്ങി. ബാറ്റിസ്റ്റയുടെ സൈന്യം അവരെ ആക്രമിച്ചു. മിക്കവരും കൊല്ലപ്പെട്ടു. അവശേഷിച്ചത് വെറും 12 പേർ മാത്രം. ഈ ചെറിയ സംഘം സിയറി മസ്ത്ര എന്ന പർവ്വതനിരകളിലേക്ക് പിൻവാങ്ങി ഗറില്ല പോരാട്ടം ആരംഭിച്ചു. ഒരു ഡോക്ടറായിരുന്ന ചെഗുവേര രോഗികളെ ചികിത്സിക്കുന്നതിനോടൊപ്പം സൈനിക തന്ത്രങ്ങൾ മെനയുന്നതിലും മുന്നിട്ടു നിന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വം വളരെ വേഗം എല്ലാവരുടെയും ശ്രദ്ധ നേടി. 1959 ജനുവരിയിൽ അവർ ഹവാന പിടിച്ചെടുത്തു. ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. ചെഗുവേര ക്യൂബൻ പൗരനായി മാറി. പുതിയ സർക്കാരിൽ നിർണായകമായ പല പദവികളും വഹിച്ചു. ഒരു ഭരണാധികാരിയായി ചെഗുവേര നടത്തിയ പ്രവർത്തനങ്ങൾ ക്യൂബയുടെ മുഖച്ഛായ മാറ്റി. കരിമ്പ് തോട്ടങ്ങൾ ദേശസാൽക്കരിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കി. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകി. എന്നാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ലോകത്തിലെ എല്ലാ ചൂഷണങ്ങൾക്കും എതിരെ പോരാടാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരു രാജ്യത്ത് മാത്രം വിപ്ലവം വിജയിച്ചതുകൊണ്ട് ലോകം മുഴുവൻ സ്വതന്ത്രമാവില്ല. എല്ലാ മനുഷ്യരും സ്വതന്ത്രരാകണം. 1966-ൽ ചെഗുവേര തന്റെ എല്ലാ ഔദ്യോഗിക പദവികളും ഉപേക്ഷിച്ച് ക്യൂബ വിട്ടു. ലോകമെമ്പാടുമുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹം ബൊളീവിയയിലെത്തി ഒരു പുതിയ ഗറില്ല സേന രൂപീകരിച്ചു. എന്നാൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. ഗറില്ല യുദ്ധത്തിന്റെ കഠിനതയും പ്രാദേശിക ജനങ്ങളുടെ പിന്തുണയില്ലാത്തതും അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ തടഞ്ഞു. ഒടുവിൽ 1967 ഒക്ടോബർ 8-ന് ബൊളീവിയൻ സൈന്യം അമേരിക്കൻ CIA-യുടെ സഹായത്തോടെ അദ്ദേഹത്തെ പിടികൂടി. അടുത്ത ദിവസം ഒക്ടോബർ 9-ന് അദ്ദേഹത്തെ വധിച്ചു. വെടിവെക്കൂ, നിങ്ങൾ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ഒരു വിപ്ലവകാരിയുടെ മരണം അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് പുതിയ ജീവൻ നൽകി. ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര പ്രേമികളുടെയും സോഷ്യലിസം ആഗ്രഹിക്കുന്നവരുടെയും അനീതിക്കെതിരെ പോരാടുന്നവരും പ്രതീകമായി ചെഗുവേര മാറി. ഒരു വിപ്ലവകാരിക്ക് ഭയം പാടില്ല. എല്ലാ ദിവസവും മരിക്കാൻ തയ്യാറായിരിക്കണം.